പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENS-ന്റെ +2 എക്കണോമിക്സ് കോഡ് നമ്പർ 318 ന്യൂ സിലബസ് അനുസരിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലാണ് ആദ്യമായിട്ട് ന്യൂ സിലബസ് അനുസരിച്ചുള്ള പരീക്ഷ നടക്കുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 6 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്ക്, 4 മാർക്ക്, 6 മാർക്ക്, ഏറ്റവും വലുത് 6 മാർക്കാണ്. അപ്പൊ നമ്മൾ ആദ്യം 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ മെയിൻ കാണുന്നത് മുമ്പത്തെ വീഡിയോയിൽ അവതരിപ്പിച്ചു. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, ഒന്ന് നാഷണൽ ഇൻകം. അതിൽ ഇന്ന് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നാഷണൽ ഇൻകം കാണാനുള്ളത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കും. 6 മാർക്കിന്റെ കഴിഞ്ഞ ഏപ്രിലിൽ മുഴുവൻ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിന്റെ കൂടി ആകെ 60% നമുക്ക് പഠിക്കാനുള്ളത്. ചാപ്റ്റർ ഏതാന്നുള്ളത് നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിലുണ്ട്, അല്ലെങ്കിൽ NIS-ന്റെ സൈറ്റിൽ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കുന്നത് 2ാമത്തെ ടെക്സ്റ്റ് ബുക്കാണ്. ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ അവസാനത്തെ 4 ചാപ്റ്റർ മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ വരുന്ന ചാപ്റ്ററൊക്കെ കൂടുതലും 2ാമത്തെ ടെക്സ്റ്റ് ബുക്കാണ്. അതാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കും, ആൻസർ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എഴുതാം. 100 മാർക്കിന്റെ പരീക്ഷയിൽ 20 മാർക്ക് അസൈൻമെന്റ് ആണ്, 80 മാർക്ക് എഴുത്ത് പരീക്ഷയാണ്. 80ന്റെ 33%, 26 മാർക്ക് നിങ്ങൾ എഴുതി പാസ്സാകേണ്ടതാണ്. ഇനി നമ്മൾ തന്നിട്ടുണ്ട് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കാണാനാണ്. അപ്പൊ ഇതിന് നമ്മൾക്ക് ആദ്യം അറിയേണ്ടത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കാണണമെങ്കിൽ ആദ്യം അതിന്റെ ഇക്വേഷൻ എന്താന്നുള്ളത് അറിയണം. ഓക്കെ, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകത്തിന്റെ ഇക്വേഷൻ എന്താ? ഞാൻ അതിന്റെ ഷോർട്ട് ഫോം ഇവിടെ എഴുതാണ്. പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം PDI എന്നുള്ളത് ഞാൻ ഷോർട്ട് ഫോട്ടോ ആക്കി എഴുതിക്കാണ്. നിങ്ങൾ എഴുതുമ്പോൾ അത് മുഴുവനായിട്ട് എഴുതണം. പേഴ്സണൽ ഇൻകം മൈനസ് ഡയറക്റ്റ് ടാക്സ് ബൈ ഹൗസ്ഹോൾഡ്, ഡയറക്റ്റ് ടാക്സ് പെയ്ഡ് ബൈ ഹൗസ്ഹോൾഡ് മൈനസ് അതർ മിസ്ലേനിയസ് റെസീപ്റ്റ് ആണ്. മിസ്ലേനിയസ് റെസീറ്റ് ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. റെസീറ്റ് ഓഫ് ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ. പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ഡയറക്റ്റ് ടാക്സ് പെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ് മൈനസ് അതർ മിസ്ലേനിയസ് റെസീറ്റ്. അപ്പൊ നമുക്ക് ഇതില് ഡയറക്റ്റ് ടാക്സ് നമുക്ക് തന്നിട്ടുണ്ട്, മിസ്ലേനിയസ് റെസീറ്റ് തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടില്ല? പേഴ്സണൽ ഇൻകത്തിൽ തന്നിട്ടില്ല. പ്രൈവറ്റ് ഇൻകം പേഴ്സണൽ ഇൻകം വ്യത്യാസമാണ്. പേഴ്സണൽ ഇൻകം ഈ ക്വസ്റ്റ്യൻസിൽ തന്നിട്ടില്ല. പേഴ്സണൽ ഇൻകം തന്നില്ലെങ്കിൽ അത് ആദ്യം കണ്ടുപിടിക്കണം. ഈ പേഴ്സണൽ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ആദ്യം അറിയാം. പേഴ്സണൽ ഇൻകം ഈക്വൽ ടു പ്രൈവറ്റ് ഇൻകം ഉണ്ടല്ലോ, പ്രൈവറ്റ് ഇൻകം മൈനസ് അതിൽ നിന്ന് പ്രൈവറ്റ് ഇൻകം ടാക്സ് സേവിംഗ് ഓഫ് പ്രൈവറ്റ് ഇൻകം കോർപ്പറേറ്റ് ടാക്സ് കേട്ടോ. പ്രൈവറ്റ് ഇൻകത്തിൽ നിന്ന് കോർപ്പറേറ്റ് ടാക്സ് ആണ് മൈനസ് ചെയ്യുന്നത്. കോർപ്പറേറ്റ് സെക്ടർ കേട്ടോ. കോർപ്പറേറ്റ് സെക്ടർ, സേവിംഗ് ഓഫ് കോർപ്പറേറ്റ് സെക്ടർ മൈനസ് പിന്നെ ഒന്നുകൂടെ പ്രൈവറ്റ് കോർപ്പറേറ്റ് സേവിംഗ് ഓഫ് കോർപ്പറേറ്റ് സെക്ടർ, അതേപോലെ കോർപ്പറേറ്റ് ടാക്സും. അപ്പൊ പ്രൈവറ്റ് ഇൻകം എന്ന് പറയുന്നത് 3000 ആണ്. 3000 നമ്മൾ മൈനസ് ചെയ്യേണ്ടത് കോർപ്പറേറ്റ് സെക്ടറിൽ നിന്ന് കിട്ടുന്നത് എത്രയാണ്? 50ഉം അതേപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് 70ഉം ആണ്. അപ്പൊ 3000 നിന്ന് 120 മൈനസ് ചെയ്യാം. അപ്പൊ 2880 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പേഴ്സണൽ ഇൻകം വരുന്നത് 2880 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ഈക്വൽ ടു ഡയറക്റ്റ് ടാക്സ് പെയ്ഡ് ബൈ ഹൗസ്ഹോൾഡ് പേഴ്സണൽ ഇൻകം. പേഴ്സണൽ ഇൻകത്തിൽ നിന്നാണ് ഡയറക്റ്റ് ടാക്സ് കൊടുക്കുന്നത്. പേഴ്സണൽ ഇൻകം ഇപ്പൊ നമുക്ക് കിട്ടി എത്രയാണ്?
2880 മൈനസ് ഡയറക്റ്റ് ടാക്സ് ബൈ ഹൗസ് ഹോൾഡ് എത്ര 60 മൈനസ് അതർ മിസ്ലീനിയസ് റിസീറ്റ് എത്രയാണ് 10 ആണ്. അതായത് 2880 മൈനസ് എത്ര 70 കൊടുക്കാം. ഇപ്പൊ 2810 സുഖമായിട്ട് 6 മാർക്ക് പോകണം. 6 മാർക്കിന് ചെയ്യാനൊന്നുമില്ല, 6 മാർക്ക് നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ചെയ്യാം. ഇതല്ലെങ്കിൽ നാഷണൽ ഇൻകം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനേക്കാൾ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഇതാണ് എന്നുള്ളതാണ്. അപ്പോൾ 6 മാർക്കിൽ ഈ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് 6 മാർക്കിൻ്റെ. അത് 12 മാർക്ക് കിട്ടിയാൽ പിന്നെ പാസ്സാകാൻ നമുക്ക് എത്ര മതി? 14 മാർക്ക്. അത് നിങ്ങൾ ഈ 4 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ എഴുതി ഉണ്ടാക്കാം. ഓക്കെ, ഇനി നാഷണൽ ഇൻകത്തിൻ്റെ നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. NISന്റെ എല്ലാ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 അഡ്മിഷൻ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്നവർക്ക് ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമുക്ക് നൽകുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. പുസ്തകങ്ങൾ അങ്ങോട്ട് അയച്ചു തരുന്നതാണ്. ലീവിന് നാട്ടിൽ വരുന്ന സമയത്ത് എക്സാം എഴുതാം. അതേപോലെ തന്നെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് ഇതെല്ലാം നൽകുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബോസ് എഡ്യൂക്കേഷനിലുള്ള SSLC +2 സ്വന്തം മൊബൈലിൽ ഇരുന്ന് നിങ്ങൾക്ക് വീട്ടിൽ പരീക്ഷ എഴുതാം. ഓൺലൈനായിട്ട് പരീക്ഷ എഴുതാം. അത് ഷുവർ പാസ്സാണ്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.